എന്നെപ്പോലെ IAS ആവണമെങ്കിൽ ആ പ്രിലിമിനറി പരീക്ഷ കയറിയാൽ ഒരു 50 സെക്കൻഡ് കൊണ്ട് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ചിന്തിക്കാൻ കിട്ടുന്ന 15 സെക്കൻഡാണ്. ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് സഹസ്രനാമങ്ങൾ. ശിവസഹസ്രനാമോ അയ്യപ്പ സഹസ്രനാമം ഞങ്ങൾ ചൊല്ലിയുണ്ടല്ലോ, 1000 പേര് ഇങ്ങനെ തലച്ചോറുകൾ വരികയാണ്. ഗംഭീര ഓർമ്മശക്തിയായിരിക്കും, ഗംഭീര ഓർമ്മശക്തി. അയ്യപ്പ ഭാഗവതം മനസ്സിലാക്കുമ്പോൾ അടുത്തായിട്ട് മനസ്സിലാക്കാൻ എന്താണ്? അയ്യപ്പ സഹസ്രനാമം. ലോകത്തിലെ മറ്റു മതങ്ങൾക്കെല്ലാം ഈശ്വരൻ ഒരു പേരേ ഉള്ളൂ. യഹൂദന്മാർക്ക് യാവേ, ഞങ്ങൾക്ക് യേശു ക്രിസ്തു, മുസ്ലിങ്ങൾക്ക് അള്ളാഹു, ഹിന്ദുക്കൾക്ക് മാത്രമാണ് 33 കോടി ദേവന്മാർ. ഞങ്ങൾക്ക് ദൈവത്തെ വിളിക്കാൻ ഒരു പേരേ ഉള്ളൂ. ഹിന്ദുക്കൾക്കോ ഓരോ ദേവനും 1000 പേരാണ്. ശിവസഹസ്രനാമം, ഒരു ശിവക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാന്റെ പേര് ചോദിച്ചാൽ ശിവസഹസ്രനാമ സ്തോത്രം, ത്രീ സാങ്ക്യം പരിമിതവിധം പ്രഭിന്ന പ്രസ്ഥാനങ്ങൾ തുടങ്ങിയാൽ 1000 പേരാണ്. പരമശിവന്റെ 1000 പേര്. നിങ്ങളൊരു ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണു ഭഗവാന്റെ പേര് ചോദിച്ചാലോ, വിഷ്ണു സഹസ്രനാമം. ശരശയിൽ കിടക്കാണ് ഭീഷ്മർ. അത് ഉത്തരായന കാലത്തെ മരിക്കാൻ പറ്റുള്ളൂ. ആ ഉത്തരായന കാലം തുടങ്ങുന്നത് മകരസംക്രാന്തിക്കാണ്. ആ മകരസംക്രാന്തിക്ക് അദ്ദേഹം മരിക്കുമെന്നറിയാം. ഭഗവാൻ കൃഷ്ണൻ നേരെ ഭീഷ്മരുടെ അടുത്തോട്ട് വന്നു. ഭഗവാനെ കണ്ടോണ്ട് ഭീഷ്മർ പറഞ്ഞു, എൻ്റെ കൃഷ്ണ, നീ മഹാവിഷ്ണുവാണെന്ന് എനിക്ക് പണ്ട് അറിയാവുന്ന കൃഷ്ണ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഭീഷ്മർ ഭഗവാൻ കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് പാടുന്ന ഭാഗമാണ് വിഷ്ണു സഹസ്രനാമം. ഇനി ഒരു ദേവീക്ഷേത്രത്തിൽ പോയി, കാളിഭഗവതി ക്ഷേത്രത്തിൽ പോയി ഭഗവതിയുടെ പേര് ചോദിച്ചാലോ, ലളിത സഹസ്രനാമം. ബ്രഹ്മാണ്ഡ പുരാണത്തിന്റെ 7ാമത്തെ അധ്യായമാണ് ലളിത. ഭഗവതിയുടെ 1000 പേര്. ഇങ്ങനെ ഹിന്ദുക്കൾക്ക് 10 സഹസ്രനാമമുണ്ട്. ശിവസഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ലളിത സഹസ്രനാമം, സുബ്രഹ്മണ്യ സഹസ്രനാമം, ഗണപതി സഹസ്രനാമം, നമ്മുടെ ഹനുമാൻ സഹസ്രനാമം, ഇങ്ങനെ സഹസ്രനാമങ്ങൾ. ഇതിൽ 10 സഹസ്രനാമം വേദവ്യാസൻ രചിച്ചതാണ്. എന്നാൽ വേദവ്യാസൻ രചിക്കാത്ത ഏക സഹസ്രനാമം അയ്യപ്പ സഹസ്രനാമമാണ്. അയ്യപ്പ ഭഗവാന്റെ 1000 പേരൊറ്റ വരവാണ്. ഞാനത് മുഴുവൻ ഓരോ സഹസ്രനാമം എടുത്ത് ഇങ്ങനെ വായിക്കും. വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ഗഹനമായ അർത്ഥം മനസ്സിലാക്കുക. അപ്പോൾ ഒരു സഹസ്രനാമം നമ്മൾ ചൊല്ലിയാൽ എന്ത് സംഭവിക്കും? 2-3 ഗുണമുണ്ടാവും. ഒന്ന്, ഈ സഹസ്രനാമം സാഹിത്യത്തിന് അപാര സാധ്യതയുള്ളത് പ്രയോഗിക്കാൻ. സഹസ്രനാമം ചൊല്ലിപ്പഠിക്കുന്ന ഒരാൾക്ക് ഏത് സാഹിത്യം, ഹിന്ദി സാഹിത്യമോ സംസ്കൃത സാഹിത്യമോ തമിഴ് സാഹിത്യം, ഏത് സാഹിത്യമാണെങ്കിലും പഠിക്കാൻ വളരെ എളുപ്പമാണ്. രണ്ടാമത് സംഭവിക്കും, രണ്ടാമത് ഗ്രാമർ പഠിക്കാൻ ആ കുട്ടി വളരെ വിദഗ്ധനായിരിക്കും. പാണിനി അഷ്ടാധ്യായിയിലെ 8 അധ്യായങ്ങളിലാണ് സംസ്കൃത ഗ്രാമർ പറയുന്നത്. ആ ഗ്രാമർ എടുത്ത് പ്രയോഗിച്ചിട്ടാണ് സഹസ്രനാമം എഴുതിയിരിക്കുന്നത്. അപ്പോൾ സഹസ്രനാമം ചൊല്ലിപ്പിടിക്കുന്ന ആളിന് ഗ്രാമർ വളരെ ക്ലിയർ ആവും. പിന്നെ അവന് സംസ്കൃത ഗ്രാമറോ ഇംഗ്ലീഷ് ഗ്രാമറോ തമിഴ് ഗ്രാമറോ എന്തായാലും ഒരു കുഴപ്പമില്ല, അടിച്ച് പറത്തി അവൻ ഗ്രാമർ പ്രയോഗിക്കും. മൂന്നാമതായി, ഓർമ്മശക്തി ഉണ്ടാവാൻ വളരെ നല്ലതാണ് സഹസ്രനാമങ്ങൾ. നമ്മുടെ കുട്ടി ഒരു ഡോക്ടറാവാം. കുട്ടി നീറ്റ് പരീക്ഷ കയറിയിരുന്നാൽ 1 മിനിറ്റ് കൊണ്ട് ചോദ്യത്തിന് ഉത്തരം എഴുതണം. ചോദ്യം വായിക്കാൻ 30 സെക്കൻഡ് പോകും. ആ കറുത്ത കോളം കറുപ്പിക്കാൻ ഒരു 10 സെക്കൻഡ് പോകും. ചിന്തിക്കാൻ കിട്ടുന്ന എത്ര സെക്കൻഡാ? 20 സെക്കൻഡ്. ആ 20 സെക്കൻഡ് ആ ചോദ്യത്തിന് ഉത്തരം ഓർമ്മ വന്നില്ലെങ്കിൽ നമ്മുടെ കുട്ടി ഒരിക്കലും ഡോക്ടറാവില്ല. എന്നെപ്പോലെ IAS ആവണമെങ്കിൽ ആ പ്രിലിമിനറി പരീക്ഷ കയറിയാൽ ഒരു 50 സെക്കൻഡ് കൊണ്ട് ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തണം. ചിന്തിക്കാൻ കിട്ടുന്ന 15 സെക്കൻഡാണ്. ഈ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് സഹസ്രനാമങ്ങൾ. ശിവസഹസ്രനാമോ അയ്യപ്പ സഹസ്രനാമം ഞങ്ങൾ ചൊല്ലിയുണ്ടല്ലോ, 1000 പേര് ഇങ്ങനെ തലച്ചോറുകൾ വരികയാണ്. ഗംഭീര ഓർമ്മശക്തിയായിരിക്കും, ഗംഭീര ഓർമ്മശക്തി. ആ കുട്ടി ഡോക്ടറല്ല, IAS പരീക്ഷയിൽ ഏത് IAS പരീക്ഷയിലും പാസ്സാവും. നാലാമത് സംഭവിക്കും, നാലാമത് ഈ സഹസ്രനാമം ചൊല്ലുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത്, കുട്ടിക്ക് വളരെ ശ്രദ്ധേയമായി ശബ്ദ പേടകത്തിന് നല്ല ശക്തി വരും. സഹസ്രനാമത്തിന് 1000 വാക്ക് പറയണമെന്നുണ്ടല്ലോ, നമ്മുടെ ശബ്ദ പേടക വോക്കൽ കോഡ്സിന്റെ എല്ലാ കോഡിനും എക്സസൈസാണ്.
അപ്പോ സഹസ്രനാമം ചൊല്ലുന്നൊരു കുട്ടി മൈക്കിന് മുമ്പിൽ വന്നാൽ ഗംഭീര പ്രസംഗം, നല്ല ശബ്ദ ഗാംഭീര്യം കിട്ടും. സഹസ്രനാമം കിട്ടുന്ന കുട്ടി സംഗീതം പാടാൻ പോയാൽ അപാര സംഗീതം, കർണാടക സംഗീതമാണെങ്കിൽ ഉഗ്രൻ, ഹിന്ദുസ്ഥാനി സംഗീതമാണ് ഉഗ്രൻ. അവൻ ഇംഗ്ലീഷ് പാട്ട് പഠിക്കാൻ പോയാലുണ്ടല്ലോ, ഡോമർ റബി ഫസാലാത്തോതാ ഉഗ്രമായിട്ട് പാടും കുട്ടി, സഹസ്രനാമം ചൊല്ലി പഠിക്കുന്ന കുട്ടി. പിന്നെ ആ കുട്ടിക്ക് ശബ്ദ സ്ഫുടത വരും. ഏത് ഭാഷയിലെ ഏത് വാക്ക് പറഞ്ഞാലും കേൾക്കുന്നതൊക്കെ മനസ്സിലാവും എന്ത് വാക്കാണ് ഈ അവൻ പറഞ്ഞത് അപ്പോഴേ പഠിക്കും. ഇനി അഞ്ചാമതൊരു ഗുണമുണ്ട്. ലോകത്തിലെ വലിയ വലിയ കസേര ഇരിക്കണമെങ്കിൽ ആ മനുഷ്യനൊരു കഴിവാണ് കമ്പാരറ്റീവ് അനാലിറ്റിക്കൽ പവർ. ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കുക. ഒരാൾ ഡോക്ടറാണ്, ഡോക്ടറെ ഒരു പേഷ്യൻ്റ് വരിക, ഡോക്ടറെ എനിക്കൊരു തലവേദന. ഡോക്ടറോടനെ ആലോചിക്കും, തലവേദന വരാൻ കാരണമായ 20 രോഗങ്ങൾ, അതിലേതാണ് ഇവന് വരാൻ സാധ്യത. ഡോക്ടറെ മരുന്ന് കുറിക്കണം, എല്ലാ മരുന്നിനും സൈഡ് എഫക്റ്റ് ഉണ്ട്, എല്ലാ മരുന്നിനും കോൺട്രാ ഇൻഡിക്കേഷൻ ഉണ്ട്. ഇയാൾ ഓൾറെഡി കഴിക്കുന്ന ഒരു മരുന്നുമായി റിയാക്ട് ഒന്നും കണ്ടെത്തണം. ഇതിലേതെങ്കിലും തെറ്റിയാലുണ്ടല്ലോ പേഷ്യൻ്റ് ചത്തു. സൈഡ് എഫക്റ്റും കോൺട്രാ ഇൻഡിക്കേഷൻ ഒന്നിനെ ഒന്നുകൊണ്ട് താരതമ്യപ്പെടുത്തി മനസ്സിലാക്കാൻ പറ്റണം. ഇത് സഹസ്രനാമം ചൊല്ലുന്നൊരു കുട്ടിക്ക് ഭംഗിയായിട്ട് മനസ്സിലാവും. വിഷ്ണു സഹസ്രമാണ് ചൊല്ലുന്നത്, കുട്ടി ഭഗവാന്റെ തലയിലോട്ട് നോക്കും, ഉടനെ പറയും കേശവ. ഭഗവാൻ കൃഷ്ണൻ ഇഷ്ടംപോലെ തലമുടിയായിരുന്നു, കേശവ എന്ന് പറയും. ഇനി ശിവസഹസ്രനാമം ചൊല്ലുന്നത് കുട്ടി പരമശിവന്റെ തലയിലോട്ട് നോക്കും, ഗംഗാധര, തലയിൽ ഗംഗാനദിയെ കൊണ്ടു നടക്കുന്നവനെ. ചന്ദ്രധാര, തലയിൽ ചന്ദ്രക്കല്ലുള്ളവനെ എന്ന് പറയും. ഇനി കയ്യിലോട്ടം നോക്കിയാലോ, വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നെങ്കിൽ ഗദാചക്രപാണി, ഒരു കൈയിൽ ഗതയും മറ്റേ കൈ ചക്രവും പിടിച്ചു നിൽക്കുന്നവനെ എന്ന് പറയും. ലളിത സഹസ്രനാമം ചൊല്ലുന്നെങ്കിലോ വീണാ പുസ്തക ധാരണി, ഒരു കൈ വീണയും മറ്റേ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുക. കാളി ഭഗവതിക്ക് 6 രൂപമുണ്ട്. ഒരു രൂപത്തിൽ 4 കൈ, രണ്ടാമത്തെ രൂപത്തിൽ 6 കൈ, പിന്നെ 8 കൈ, 10 കൈ, 12 കൈ. നമ്മുടെ ക്ഷേത്രത്തിരിക്കുന്ന കാളി ഭഗവതി ഏത് ടൈപ്പാന്ന് കണ്ടുപിടിക്കണം. 6 കൈയുള്ള കാളി ഭഗവതി 6 കൈക്കും പ്രത്യേക പേരാ, 10 കൈയുള്ള കാളി ഭഗവതി 10 കൈക്കും പ്രത്യേക പേരാ. പരമശിവനെ ശ്രദ്ധിച്ചുകൊണ്ട് വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹം എന്തെന്നറിയാമോ, ശിവസഹസ്രനാമത്തിൽ നിന്ന് പരമശിവനെ വർണ്ണിക്കുന്ന ഭാഗം മലയാള ഭാഷയിൽ തർജ്ജമ ചെയ്തു. പൊട്ടാക്കി പാല വട്ടത്തിരിമിഴി ജടേ കാറൊളിച്ചാര് കൂന്തൽ കെട്ടാക്കി കേതകി പോകുന്നുണ്ട് വടിവാക്കി പകരം ചന്ദ്രകണ്ഠം മട്ടൊക്കെ തന്നെ മാറി പ്രതിയുടസുതനായി കാട്ടിൽ ഉൾപ്പൊക്ക് വൈരിവിട്ട കാട്ടാളനെ കൈതൊഴുന്നൻ. 16 കാര്യം ഓർത്തിരിക്കണം പരമശിവൻ എങ്ങനെ ഇരിക്കുന്ന അറിയണമെങ്കിൽ. ഇത് ചൊല്ലിപ്പിടിക്കുന്ന കുട്ടിക്ക് അപാര കമ്പാരറ്റീവ് മെമ്മറിയാണ്. ഈ മെമ്മറിയുള്ള കുട്ടിക്കുണ്ടല്ലോ ഡോക്ടറോ IAS എന്ത് പരീക്ഷയും പാസ്സാവും. അതാണ് സഹസ്രനാമത്തിന്റെ ഗുണം. ആ സഹസ്രനാമം വേദവ്യാസൻ 10 ദിവസങ്ങൾക്ക് ഉണ്ടാക്കി. പക്ഷേ വേദവ്യാസന് ശേഷം പിന്നെ സഹസ്രനാമം ഉണ്ടായ ഏക ദൈവസങ്കല്പം അയ്യപ്പ സങ്കല്പമാണ്. അയ്യപ്പന് അയ്യപ്പ സഹസ്രനാമം ഉണ്ടായി. അപ്പൊ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ ഓരോ തവണ അയ്യപ്പ സഹസ്രനാമം ടേപ്പ് കാർഡ് കിട്ടും. ചിത്രങ്ങൾ ഓൺ ചെയ്താൽ ഈ ചുറ്റുമുള്ള മുഴുവൻ ജനങ്ങൾ ഈ അയ്യപ്പ സഹസ്രനാമം കേൾക്കും. ഒന്നിൽ നിന്ന് മറ്റൊന്നിന് വ്യത്യാസം എന്താണ് എന്ന് കേൾക്കും. അയ്യപ്പൻ എങ്ങനെയാണ് നീലകണ്ഠനായത്, അയ്യപ്പൻ എങ്ങനെയാണ് ശാസ്താവായത്, അയ്യപ്പൻ എങ്ങനെയാണ് ധർമ്മശാസ്താവായത്, അയ്യപ്പൻ എങ്ങനെയാണ് ഓരോ പേരിനകത്ത് അർത്ഥം കണ്ടുപിടിക്കുന്നത്. ഇത് അബോർ എഫക്റ്റാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ അയ്യപ്പ ഭാഗവതങ്ങൾ കേട്ടു. ഇനി അയ്യപ്പ സഹസ്രനാമം കേട്ടിട്ട് അയ്യപ്പ സങ്കല്പത്തിന്റെ വൈവിധ്യം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ പിന്നെ ആചാരമാണ്.